ഇപ്പോൾ വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ളത് സംഘപരിവാറിൻ്റെയും BJPയുടെയും താല്പര്യമാണ്. ഞങ്ങൾക്കതിന് സൗകര്യമില്ല. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അതങ്ങ് പാടിക്കോളാൻ പറഞ്ഞാൽ സൗകര്യമുള്ളവർ പാടുകയുള്ളൂ. ഞങ്ങൾക്ക് സൗകര്യമില്ല, അതുകൊണ്ട് പാടിയില്ല, അത്രയേ ഉള്ളൂ. പിന്നെ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ജിന്നയുടെ ഒപ്പം കൂടി എന്നൊക്കെ പറയുന്നത് ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ്. തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. മുഹമ്മദ് അലി ജിന്നമാരും മുസ്ലിം ലീഗുമാരും ഇന്നും ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് അവർ സമർത്ഥിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. വന്ദേ മാതര ഗീതം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ള, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഊർജ്ജമായി മാറിയിട്ടുള്ള ഒരു ഗീതമാണ്. പോയിന്റ്. മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ പറയുന്നത് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട ഒരാളായി മാത്രമാണ് ഞാൻ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെയും SDPയെയും മുസ്ലിം ലീഗിനെയൊക്കെ തൃപ്തിപ്പെടുത്താനുള്ള ഇടപെടൽ അതിനകത്തുണ്ട് എന്നുള്ളതാണ് അപകടകരമായി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കാര്യം. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. പാർലമെന്റ് ചർച്ച നടത്തിയതിൽ വന്ന ഗൈഡ് ലൈൻസിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. ആ തീരുമാനത്തിൽ എന്താണ്, വന്ദേ മാതരം നിങ്ങൾ നിർബന്ധമായി പോയി എല്ലാ സ്ഥലത്തും പാടണം എന്നൊന്നും പാർലമെന്റ് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ വഴിയില്ല. പക്ഷേ വന്ദേ മാതര ഗീതം ആലപിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായി ആലപിക്കണം. വന്ദേ മാതര ഗീതം ആലപിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ലോക് ഭവന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം അത്തരം ചടങ്ങുകൾ അവിടെ സംഘടിപ്പിക്കേണ്ടത്. ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ വന്ദേ മാതര ഗീതം പൂർണ്ണമായി ആലപിക്കാൻ മടിയുണ്ടാകുന്നുള്ളതാണ്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഇതിന്റെ താല്പര്യം എന്താണ്? ഇതിന്റെ താല്പര്യം പണ്ടും കോൺഗ്രസിന്റെ താല്പര്യം എന്താണ്? ഇത് ഏതെങ്കിലും ഒരു തരത്തിലല്ല. മുസ്ലിം ലീഗിനോടുള്ള മുസ്ലിം ലീഗിന്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും വിയോജിപ്പിന്റെ ഭാഗമായിട്ടാണ് വന്ദേ മാതര ഗീതം പൂർണ്ണമായും ആലപിക്കേണ്ട എന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുന്നത്. ജില്ലയുമൊക്കെ നമ്മുടെ ഭാരതത്തെ വെട്ടിമുറിച്ച് പുറത്തുപോയ കാര്യം ഇന്നും ഇവർ വിസ്മരിക്കാതെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുഹമ്മദ് അലി ജിന്നമാരും മുസ്ലിം ലീഗുമാരും ഇന്നും ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് അവർ സമർത്ഥിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. വന്ദേ മാതര ഗീതം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ള, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഊർജ്ജമായി മാറിയിട്ടുള്ള ഒരു ഗീതമാണ്. കോൺഗ്രസിൻ്റെ തന്നെ വേദികളിൽ പലതവണ അത് പൂർണ്ണമായും ആലപിച്ചിട്ടുള്ളതാണ്. ഇന്നും കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കൾക്കും അതിനോടൊന്നും യാതൊരു തര വിയോജിപ്പ് അന്നും ഇന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ജമാഅത്ത് ഇസ്ലാമിക്ക് അതിൽ എതിർപ്പുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും എതിർപ്പുണ്ട് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് വന്ദേ മാതര ഗീതം പാടില്ല എന്ന് തീരുമാനമെടുത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അത് ഞങ്ങൾ തെരുവിൽ പോരാടുക തന്നെ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തെരുവിൽ പോരാടുക. ഇവിടെ ഇന്നിപ്പോ കണ്ടതാണോ കോൺഗ്രസിന്റെ സ്റ്റാൻഡ്, കോൺഗ്രസിന്റെ നിലപാട്? ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ളത് സംഘപരിവാറിൻ്റെയും BJPയുടെയും താല്പര്യമാണ്. ഞങ്ങൾക്കതിന് സൗകര്യമില്ല. ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്യുള്ളൂ. BJPക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്ര സർക്കാർ, BJP സർക്കാർ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇത് മുഴുവൻ അങ്ങ് ആലോചിക്കണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾ അത് സമ്മതിക്കുന്നുണ്ടോ? ഇത് കുറേ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നേ. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും അംബേദ്കറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, ഗാന്ധിജിയുടെയൊക്കെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകുന്ന സമയത്തും അതുപോലെ വന്ദേ മാതരവും ദേശീയഗാനവും അതുപോലെ നമ്മുടെ ജനഗണമനയുമൊക്കെ ബന്ധപ്പെട്ട് ഏത് ഗാനം ദേശീയഗാനമാക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ചയൊക്കെ ഒരുപാട് നടന്നിട്ടുള്ളതാണ്. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കും? BJPക്കാർ അന്ന് ഒറ്റുകൊടുക്കുന്ന തിരക്കിലായതുകൊണ്ട് അവർക്ക് ഈ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളതൊക്കെ കുറേ പഠനങ്ങളും മറ്റേ ചർച്ചകളൊക്കെ നടത്തിയിട്ട് അവസാനം ദേശീയ ഗാനമായിട്ട് ജനഗണമന എടുക്കുകയും ദേശീയ ഗീതമായിട്ട് വന്ദേ മാതരത്തെ വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ അതിൽ ചില സ്റ്റാൻസ ചില ആളുകൾക്ക് മതപരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് ഒഴിവാക്കി തന്നെയാണ് നമ്മൾ ശീലിച്ചു പോന്നിട്ടുള്ളത്. പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോ? നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അതങ്ങ് പാടിക്കോളാൻ പറഞ്ഞാൽ സൗകര്യമുള്ളവർ പാടുകയുള്ളൂ. ഞങ്ങൾക്ക് സൗകര്യമില്ല, അതുകൊണ്ട് പാടിയില്ല, അത്രയേ ഉള്ളൂ. പിന്നെ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ജിന്നയുടെ ഒപ്പം കൂടി എന്നൊക്കെ പറയുന്നത് ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ്. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഉൾപ്പെടെ ജിന്നയുടെ ഒപ്പം കൂടിയിട്ട് പ്രവിശ്യ ഗവൺമെന്റിന്റെ പങ്കാളിയായ ഹിന്ദു മഹാസഭയും അതുപോലെ ജനസംഘത്തിന്റെ ആദ്യകാല രൂപത്തെക്കുറിച്ചൊക്കെ ചരിത്രം ഒരുപാട് ചകഞ്ഞാൽ ഈ ചർച്ച കൊണ്ട് തീരൂല. അതുകൊണ്ട് BJPയുടെ പ്രതിനിധി അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നാൽ മതി. രാജ്യത്തെ വെട്ടിമുറിക്കുന്ന കാര്യത്തിൽ സവർക്കർക്കും ജിന്നയ്ക്കും ഒരേ അഭിപ്രായം തന്നെയായിരുന്നു. ജിന്നയുടെ ലീഗല്ല ഇന്നിവിടെ ഉള്ളത്.
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകരിച്ച പാകിസ്ഥാൻ ഉണ്ടാക്കി പോയവർ പോയി. അതിനുശേഷം ഈ രാജ്യത്തുള്ള മനുഷ്യർ അവരുടെ സ്വത്വബോധത്തിൽ നിന്ന് മതേതര രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം കൈവച്ചാൽ മതി. ഇപ്പൊ എന്താ പറഞ്ഞു? നോ ഇമോഷണൽ ആലോചിച്ചു നോക്കൂ. ഇവിടെ ഇപ്പോൾ UDF-ന്റെ ഘടകകക്ഷിയാണ് ലീഗ്. ഞങ്ങൾ അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെയും കൂടി അഭിപ്രായം കേട്ടിട്ടാണ് ഭരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹിക്കേ പറ്റുള്ളൂ. കാരണം കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് ഭരിക്കാനായിട്ട് മാൻഡേറ്റ് തന്നിരിക്കുന്ന 5 വർഷത്തേക്കാണ്. ഇത്രയും മതിയോ അതോ ഇനിയും വേണോ?